വ്യോമമാർഗത്തോളം ഉദ്ധിതമായൊരു ഹോമധൂമം കണ്ടു രാവണ സോദരൻ രാമചന്ദ്രനു കാട്ടിക്കൊടുത്തിടിനാൻ. ഹോമം തുടങ്ങി ദശാനനൻ മന്നവ, ഹോമം കഴിഞ്ഞുകൂടിയിടുകിലെന്നുമേ നാം അവനോടു തോറ്റിടും മഹാരണേ. ഹോമം മുടക്കുവാനായി അയച്ചിടുക സാമോദമാശു കവികുല വീരരെ. ശ്രീരാമ സുഗ്രീവ ശാസനം കൈക്കൊണ്ട് മാരുതപുത്രാംഗദാദികളൊക്കവേ 100 കോടി പടയോടും മഹാമതിലേറി കടന്നങ്ങു രാവണ മന്ദിരം പുക്ക് പുരപാലകന്മാരെയും കൊന്ന് മർക്കടവീരരൊരുമിച്ചനാകുലം വാരണവാജി രഥങ്ങളെയും പൊടിച്ച് ആരാഞ്ഞു തത്ര ദശാസ്യ ഹോമസ്ഥലം. വ്യാജാത്സരമ നിജകരസജ്ഞയാ സൂചിച്ചിതു ദശഗ്രീവ ഹോമസ്ഥലം. ഹോമ ഗുഹാദ്വാരബന്ധന പാഷാണം ആമയഹീനം പൊടിപെടുത്തങ്കതൻ. തത്ര ഗുഹയിൽ അകമ്പുക്ക നേരത്ത് നക്തഞ്ചരേന്ദ്രനെ കാണായിതന്തികെ. മറ്റുള്ളവർകളും അങ്കദാനുജ്ഞയാ തെറ്റെന്നു ചെന്ന് ഗുഹയിലിറങ്ങിനാർ. കണ്ണുമടച്ചുടൻ ധ്യാനിച്ചിരിക്കുമാ പുണ്യജനാധിപനെ കണ്ടു വാനരർ. താടിച്ചു ഭൃത്യജനങ്ങളെ പീഡിച്ചു കൊള്ളുകയും സംഭാര സഞ്ചയം കുണ്ടത്തിലൊക്കെ ഒരിക്കലേ ഹോമിച്ചു ഖണ്ഡിച്ചിതു ലഘുമേഖലാജാലവും. രാവണൻ കയ്യിലിരുന്ന മഹാശ്രുവം പാവനി ശീഘ്രം പിടിച്ചു പറിച്ചുടൻ താടനം ചെയ്താൻ അതുകൊണ്ടു സത്വരം. ക്രീഡയാ വാനരശ്രേഷ്ഠൻ മഹാബലൻ ദന്തങ്ങൾ കൊണ്ടും നഖങ്ങൾ കൊണ്ടും ദശകന്ധര വിഗ്രഹം കീറിനാനേറ്റവും. ധ്യാനത്തിനേതും ഇളക്കമുണ്ടായില്ല മാനസേ രാവണനും. ജയകാംക്ഷയ മണ്ഡോദരിയെ പിടിച്ചു വലിച്ചുതൻ മണ്ഡനമെല്ലാം നുറുക്കിയിട്ടിടിനാൻ. വിശ്രസ്തനീവിയായി കഞ്ചുകഹീനയായി വിത്രസ്തയായി വിലാപം തുടങ്ങിയിടിനാൾ. വാനരന്മാരുടെ തല്ലുകൊണ്ടിടുവാൻ ഞാനെന്തു ദുഷ്കൃതം ചെയ്തതു ദൈവമേ. നാണം നിനക്കില്ലയോ രാക്ഷസേശ്വര, മാനം ഭവാനോളമില്ല മറ്റാർക്കുമേ. നിന്നുടെ മുമ്പിലിട്ടാശു കപിവരരെന്നെ തലമുടി ചുറ്റിപ്പിടിപെട്ട് പാരിലിഴയ്ക്കുന്നതും കണ്ടിരിപ്പതു പോരേ. പരിഭവമോർക്കിൽ ജളമതേ, എന്തിനായിക്കൊണ്ടു നിൻ ധ്യാനവും ഹോമവും അന്തർഗതമിനി എന്തോന്നു ദുർമതേ. ജീവിതാശാതേ ബലീയസി മാനസേ, ഹാ വിധി വൈഭവം എത്രയും അദ്ഭുതം. അർത്ഥം പുരുഷന് ഭാര്യയല്ലോ ഭുവി, ശത്രുക്കൾ വന്നവളെ പിടിച്ചെത്രയും ബന്ധപ്പെടുത്തുന്നതും കണ്ടിരിക്കയിൽ മൃത്യു ഭവിക്കുന്നതുത്തമമേവനും. നാണവും പത്നിയും വേണ്ടിയിലിവന് തൻ പ്രാണഭയം കൊണ്ട് മൂഢൻ മഹാഖലൻ. ഭാര്യാവിലാപങ്ങൾ കേട്ടു ദശാനനൻ ധൈര്യമകന്നു തൻ വാളുമായി സത്വരം. അംഗദൻ തന്നോടടുത്താനതു കണ്ട് തുംഗശരീരികളായ കവികളും രാത്രിഞ്ചരേശ്വര പത്നിയെയും അയച്ചാർത്തു വിളിച്ചു പുറത്തു പോന്നിടിനാർ. ഹോമമശേഷം മുടക്കി വയമെന്ന് രാമാന്തികെ ചെന്ന് കൈതൊഴുതിടിനാർ. മണ്ഡോദരിയോടനുസരിച്ചന്നേരം പണ്ഡിതനായ ദശാസ്യനും ചൊല്ലിനാൻ.
നാഥേ ധരിക്ക ദൈവാധീനമൊക്കെയും ജാതനായാൽ മരിക്കുന്നതിൻ മുന്നമേ കൽപ്പിച്ചതെല്ലാം അനുഭവിച്ചിടണം. ഇപ്പോൾ അനുഭവം ഇത്തരം മാമകം ജ്ഞാനമാശ്രിത്യ ശോകം കളഞ്ഞിടു നീ. ജ്ഞാനവിനാശനം ശോകമറിയ നീ. അജ്ഞാന സംഭവം ശോകമാകുന്നതും അജ്ഞാനജാതം അഹങ്കാരമായതും നശ്വരമായ ശരീരാദികളിലെ വിശ്വാസവും പുനരജ്ഞാന സംഭവം ദേഹമൂലം പുത്രധാരാദിബന്ധവും ദേഹിക്ക് സംസാരവും അതു കാരണം. ശോകഭയക്രോധലോഭമോഹസ്പൃഹാരാഗ ഹർഷാദി ജരാമൃത്യുജന്മങ്ങൾ അജ്ഞാനജങ്ങൾ അഖില ജന്തുക്കൾക്കും അജ്ഞാനമെല്ലാം അകലെ കളകനീ. ജ്ഞാനസ്വരൂപനാത്മാപരനദ്വയൻ ആനന്ദപൂർണ സ്വരൂപനലേപകൻ. ഒന്നിനോടില്ല സംയോഗമതിന് മറ്റൊന്നിനോടില്ല വിയോഗമൊരിക്കലും. ആത്മാനമിങ്ങനെ കണ്ടു തെളിഞ്ഞുടൻ ആത്മനി ശോകം കളക നീ വല്ലഭേ. ഞാനിനി ശ്രീരാമലക്ഷ്മണന്മാരെയും വാനരന്മാരെയും കൊന്നു വന്നിടുവൻ. അല്ലായികിലോ രാമസായകമേറ്റ് കൈവല്യവും പ്രാപിപ്പനില്ലൊരു സംശയം. എന്നെ രാമൻ കൊല ചെയ്യുകിൽ സീതയെ കൊന്നുകളഞ്ഞുടൻ എന്നോടുകൂടവേ പാവകൻ തങ്കൽ പതിച്ചു മരിക്ക നീ. ഭാവനയോടുമെന്നാൽ ഗതിയും വരും. വ്യഗ്രിച്ചതു കേട്ടു മണ്ഡോദരിയും ദശഗ്രീവനോട് പറഞ്ഞാളതു നേരം. രാഘവനെ ജയിപ്പാനരുതാർക്കുമേ ലോകത്രയത്തിങ്കലെന്നു ധരിക്ക നീ. സാക്ഷാൽ പ്രധാന പുരുഷോത്തമനായ മോക്ഷദൻ നാരായണൻ രാമനായതും ദേവൻ മകരാവതാരമനുഷ്ഠിച്ചു വൈവസ്വതമനു തന്നെ രക്ഷിച്ചതും രാജീവലോചനൻ മുന്നമൊരു ലക്ഷയോജന വിസ്തൃതമായൊരു കൂർമ്മമായി ക്ഷീരസമുദ്രമഥനകാലേ പുരാ ഘോരമാം മന്ദരം പൃഷ്ഠേ ധരിച്ചതും പന്നിയായി മുന്നം ഹിരണ്യാക്ഷനെ കൊന്നു മന്നിടം തേറ്റമേൽ വെച്ചു പൊങ്ങിച്ചതും ഘോരനായൊരു ഹിരണ്യകശിപുതൻ മാറിടം കൈനഖം കൊണ്ടു പിളർന്നതും മൂന്നടി മണ്ണ് ബലിയോടു യാചിച്ച് മൂലോകവും മൂന്നടിയായളന്നതും ക്ഷത്രിയരായി പിറന്നോരസുരന്മാരെ യുദ്ധേ വധിപ്പതിനായി ജമദഗ്നിതൻ പുത്രനായി രാമനാമത്തെ ധരിച്ചതും പൃഥ്വീപതിയായ രാമനിവൻ തന്നെ. മാർത്താണ്ഡവംശേ ദശരഥപുത്രനായി ധാത്രീസുതാവരനാകിയ രാഘവൻ നിന്നെ വധിപ്പാൻ മനുഷ്യനായി ഭൂതലേ വന്നു പിറന്നതും എന്നു ധരിക്ക നീ. പുത്രവിനാശം വരുത്തുവാനും തവ മൃത്യു ഭവിപ്പാനുമായി നീ അവനുടെ വല്ലഭയെ കട്ടുകൊണ്ടുപോന്നു വൃഥാ. നിർലജ്ജനാകയാൽ മൂഢജളപ്രഭോ വൈദേഹിയെ കൊടുത്തിടുക രാമന് സോദരനായിക്കൊണ്ടു രാജ്യവും നൽകുക. രാമൻ കരുണാകരൻ പുനരെത്രയും നാമിനി കാനനം വാഴ്ക തപസ്സിനായി. മണ്ഡോദരി വാക്കുകേട്ടൊരു രാവണൻ ചണ്ഡപരാക്രമൻ ചൊന്നാനതു നേരം പുത്രമിത്രാമാത്യ സോദരന്മാരെയും മൃത്യുവരുത്തി ഞാനേകനായി കാനനെ ജീവിച്ചിരിക്കുന്നതും ഭംഗിയല്ലടോ ഭാവിച്ച വണ്ണം.
ഭവിക്കയില്ലൊന്നുമേ. രാഘവൻ തന്നോടെതിർത്തു യുദ്ധം ചെയ്ത് വൈകുണ്ഠരാജ്യം അനുഭവിച്ചിടുവൻ. രാവണയുദ്ധം യുദ്ധം പറഞ്ഞ യുദ്ധത്തിനൊരുമ്പെട്ട് ബദ്ധമോദം പുറപ്പെട്ടിതു രാവണൻ. മൂലബലാദികൾ സങ്കരത്തിന് തത്കാലേ പുറപ്പെട്ടു വന്നിതു ഭൂതലേ. ലങ്കാധിപന് സഹായമായി വേഗേന സംഖ്യയില്ലാതെ ചതുരംഗസേനയും 10 പടനായകന്മാരും ഒരുമിച്ച് 10 കഴുത്തനെ കൂപ്പി പുറപ്പെട്ടാർ. വാരിധി പോലെ പരന്നു വരുന്നതു മാരുതി മുമ്പാം കവികൾ കണ്ടെത്രയും ഭീതി മുഴുത്ത് വാങ്ങിയിടുന്നതു കണ്ട് നീതിമാനാകിയ രാമനും ചൊല്ലിനാൻ, വാനരവീരരെ, നിങ്ങളിവരോട് മാനം നടിച്ചു ചെന്നേൽക്കരുതാരുമേ. ഞാനിവരോടു പോർ ചെയ്തൊടുക്കിയിടുവൻ. ആനന്ദമുൾക്കൊണ്ടു കണ്ടുകൊള്ളുകേവരും എന്നരുൾ ചെയ്തു നിശാചരസേനയിൽ ചെന്നു ചാടിയിടിനാനേകനാമീശ്വരൻ. ചാപബാണങ്ങളും കൈക്കൊണ്ടു രാഘവൻ കോപേന ബാണജാലങ്ങൾ തൂകിയിടിനാൻ. എത്ര നിശാചരരുണ്ടു വന്നേറ്റതിങ്ങ് അത്ര രാമന്മാരുമുണ്ടെന്നതുപോലെ രാമമയമായി ചമഞ്ഞിതു സംഗ്രാമഭൂമിയും. എന്തൊരു വൈഭവമന്നേരം എന്നോടു തന്നെ പൊരുന്നിതു രാഘവൻ എന്നു തോന്നി രജനീചരർക്കൊക്കവേ. 12 നാഴിക നേരം ഒരുപോലെ യാതുധാനാവലിയോട് രഘുത്തമൻ അസ്ത്രം വർഷിച്ച നേരമാർക്കും തത്ര ചിത്തേ തിരിച്ചറിയായതില്ലേതുമേ. വാസരരാത്രി നിശാചരവാനരമേദിനി വാരിധി ശൈലവനങ്ങളും ഭേദമില്ലാതെ ശരങ്ങൾ നിറഞ്ഞിതു മേതുരന്മാരായ രാക്ഷസവീരരും. ആനയും തേരും കുതിരയും കാലാളും വീണു മരിച്ചു നിറഞ്ഞിതു പോർക്കളം. കാളിയും കൂളികളും കബന്ധങ്ങളും കാളനിഷേധിനിയും പിശാചങ്ങളും നായും നരിയും കഴുകുകൾ കാകങ്ങൾ പേയും പെരുത്ത് ഭയങ്കരമാം വണ്ണം രാമചാപത്തിൻ മണിതൻ നിനാദവും വ്യോമമാർഗേ തുടരെ കേട്ട് ദേവഗന്ധർവ യക്ഷാപ്സരോ വൃന്ദവും. ദേവമുനീന്ദ്രനാം നാരദനും തഥാ രാഘവൻ തന്നെ സ്തുതിച്ചു തുടങ്ങിനാർ. ആകാശചാരികൾ ആനന്ദപൂർവകം 12 നാഴിക കൊണ്ടു നിശാചരർ മേദിനി തന്നിൽ വീണിടിനാരൊക്കവേ. മേഘത്തിനുള്ളിൽ നിന്ന് അർക്കബിംബം പോലെ രാഘവൻ തന്നെയും കാണായിതന്നേരം. ലക്ഷ്മണൻ താനും വിഭീഷണനും പുനരർക്കതനയനും മാരുതപുത്രനും മറ്റുള്ള വാനരവീരരും വന്ദിച്ച് ചുറ്റും നിറഞ്ഞിത് രാഘവനന്നേരം. മർക്കടനായകന്മാരോടരുൾ ചെയ്തിത് ഇക്കണക്കെ യുദ്ധമാശു ചെയ്തിടുവാൻ. നാരായണനും പരമേശനുമൊഴിഞ്ഞ് ആരുമില്ലെന്നു കേൾപ്പുണ്ടു ഞാൻ മുന്നമേ. രാക്ഷസരാജ്യം മുഴുവനതു നേരം രാക്ഷസ സ്ത്രീകൾ മുറവിളി കൂട്ടിനാർ. താതാ സഹോദര നന്ദനാ വല്ലഭ നാഥ നമുക്ക് അവലംബനമാരയ്യോ. വൃദ്ധയായേറ്റം വിരൂപയായുള്ളൊരു നക്തഞ്ചരാധിപ സോദരി രാമനെ ശ്രദ്ധിച്ച കാരണം ആപത്തിതൊക്കവേ വർദ്ധിച്ചു വന്നതു മറ്റില്ല കാരണം. ശൂർപ്പണഖയ്ക്കെന്ത് കുറ്റമതിൽ പരം
പെരുമാളല്ലയോ ദശകന്ധരൻ. ജാനകിയെ കൊതിച്ചാശു കുലം മുടിച്ചാനൊരു മൂഢൻ മഹാഭാവിരാവണൻ. അർദ്ധപ്രഹരമാത്രേണ ഖരാദിയെ യുദ്ധേ വധിച്ചതും വൃത്രാരിപുത്രനെ മൃത്യുവരുത്തി വാഴിച്ചു സുഗ്രീവനെ സത്വരം വാനരന്മാരെ അയച്ചതും മാരുതി വന്നിവിടെ ചെയ്ത കർമ്മവും വാരിധിയിൽ ചിറകെട്ടിക്കടന്നതും കണ്ടിരിക്കെ നന്നു തോന്നുന്നതെത്രയുമുണ്ടോ വിചാരം ആപത്തിങ്കലുണ്ടാവും. സിദ്ധമല്ലായികിൽ വിഭീഷണൻ ചൊല്ലിനാൻ മത്തനായി അന്നതും ധിക്കരിച്ചിടിനാൻ. ഉത്തമൻ നല്ല വിവേകി വിഭീഷണൻ സത്യവ്രതൻ മേലിൽ നന്നായി വരുമവൻ. നീചനിവൻ കുലമൊക്കെ മുടിപ്പതിനാചരിച്ചാനിത് തന്മരണത്തിനും നല്ല സുതന്മാരെയും തമ്പിമാരെയും കൊല്ലിച്ചു മറ്റുള്ള മാത്യജനത്തെയും എല്ലാം അനുഭവിച്ചിടുവാൻ പണ്ടുതാൻ വല്ലായ്മ ചെയ്തതും എല്ലാം മറന്നിതോ ബ്രഹ്മസ്വമായതും ദേവസ്വമായതും നിർമര്യാദ അടക്കിനാനേറ്റവും. നാട്ടിലിരിക്കും പ്രജകളെ പീഡിച്ച് കാട്ടിലാക്കി ചമച്ചിടിനാൻ കസ്മലൻ. അർദ്ധമന്യായേന നിത്യമാർജിക്കയും മിത്രജനത്തെ വെറുത്തു ചമയ്ക്കയും ബ്രാഹ്മണരെ കൊല ചെയ്യുകയും മറ്റുള്ള ധാർമ്മികന്മാർ മുതലൊക്കെ അടക്കയും പാരം ഗുരുജന ദോഷവുമുണ്ടിവനാരെയുമില്ല കൃപയുമൊരിക്കലും ഇമ്മഹാപാപി ചെയ്തോരു കർമ്മത്തിനാൽ നമ്മെയും ദുഃഖിക്കുമാറാക്കിനാനിവൻ. യുദ്ധം പുരസ്ത്രീജനത്തിൻ വിലാപങ്ങൾ നക്തഞ്ചരാധിപൻ കേട്ടു ദുഃഖാർത്തനായി. ശത്രുക്കളെ കൊന്നൊടുക്കുവാൻ ഇന്നിനി യുദ്ധത്തിനാശു പുറപ്പെടുകെങ്കിൽ നാം എന്നതു കേട്ടു വിരൂപാക്ഷനും അതിൻ മുന്നേ മഹോദരനും മഹാപാർശ്വനും ഉത്തമ ഗോപുരത്തൂടെ പുറപ്പെട്ടു ശസ്ത്രങ്ങൾ തൂകി തുടങ്ങിനാരേറ്റവും. ദുർനിമിത്തങ്ങൾ ഉണ്ടായത് അനാദരിച്ച് ഉന്നതനായ നിശാചരനായകൻ ഗോപുരവാതിൽ പുറപ്പെട്ടു നിന്നിതു. ചാപലമെന്നിയെ വാനരവീരരും രാക്ഷസരോടെതിർത്താരതു കണ്ടേറ്റ മൂക്കോടടുത്തു നിശാചരവീരരും. സുഗ്രീവനും വിരൂപാക്ഷനും തങ്ങളിൽ ഉഗ്രമാം വണ്ണം പൊരുതാരതു നേരം. വാഹനമാകിയ വാരണവീരനെ സാഹസം കൈക്കൊണ്ടു വാനരരാജനും കൊന്നതു കണ്ട് വിരൂപവിലോചനൻ ചെന്നിതു വാളും പരിചയം കൈക്കൊണ്ട് കൊന്നുകൊണ്ടൊന്നെറിഞ്ഞാൻ കവിരാജനും. നന്നായിതെന്നു വിരൂപാക്ഷനുമഥ വെട്ടിനാൻ വാനരനായക ഭക്ഷസി പുഷ്ടകോപത്തോടും മർക്കടരാജനും. നെറ്റിമേലൊന്നടിച്ചാൻ അതുകൊണ്ടവൻ തെറ്റെന്ന് കാലപുരം പൊക്കുമേവിനാൻ. തേരിലേറിക്കൊണ്ടടുത്താൻ മഹോദരൻ തേരും തകർത്തു സുഗ്രീവന് അവനെയും മൃത്യുപുരത്തിനയച്ചതു കണ്ടതിക്രുദ്ധനായി വന്നടുത്താൻ മഹാപാർശ്വനും. അംഗദൻ കൊന്നാനവനെയും അന്നേരം പൊങ്ങും മിഴികളോടാശരാധീശനും പോർമദത്തോടുമടുത്തു കവികളെ താമസാസ്ത്രം കൊണ്ട് വീഴ്ത്തിനാനൂഴിയിൽ. രാമനുമൈന്ദ്രാസ്ത്രമെയ്തു തടുത്തിതു താമസാസ്ത്രത്തെയും. അപ്പോൾ ദശാനനാസുരമസ്ത്രമെയ്താൻ അതു വന്നളവ് ആതുരന്മാരായിതാശു കവികളും. വാരണസൂകര
കുക്കുടക്രോഷ്ടുക സാരമേയോരക സൈരിഭവായസവാനര സിംഹ രുരുമൃഗ കാകഗൃധ്രാനനമായി വരും ആസുരാസ്ത്രാത്മകം മുദ്ഗരഭട്ടസ ശക്തി പരശ്വത ഖഡ്ഗശൂല പ്രാസബാണായുധങ്ങളും രൂക്ഷമായി വന്നു പരന്നതു കണ്ടളവ് ആഗ്നേയമസ്ത്രമെയ്താൻ മനുവീരനും ചെങ്കനൽ കൊള്ളികൾ മിന്നൽ നക്ഷത്രങ്ങൾ തിങ്കളും ആദിത്യനഗ്നിയെന്നിത്തരം ജ്യോതിർമയങ്ങളായി ചെന്നു നിറഞ്ഞളവ് ആസുരമസ്ത്രവും പോയി മറഞ്ഞു ബലാൽ. അപ്പോൾ മയൻ കൊടുത്തോരു ദിവ്യാസ്ത്രമെയ്ത് അൽപേതരായുധം കാണായി തന്തികെ ഗാന്ധർവമസ്ത്രം പ്രയോഗിച്ച് അതിനെയും ശാന്തമാക്കിടിനാൻ മാനവവീരനും. സൗര്യാസ്ത്രം എയ്താൻ ദശാനനന്നേരം ധൈര്യേണ രാഘവൻ പ്രത്യസ്ത്രമെയ്തതും ഖണ്ഡിച്ച നേരം ആ ഖണ്ഡലവൈരിയും ചണ്ഡകരാംശു സമങ്ങളാം ബാണങ്ങൾ 10 കൊണ്ടെയ്തു മർമ്മങ്ങൾ ഭേദിച്ചളവ് ഉത്തമ പുരുഷനാകിയ രാഘവൻ 100 ശരങ്ങൾ എയ്താനതുകൊണ്ടു ഉടൽ കീറി മുറിഞ്ഞിത് നക്തഞ്ചരേന്ദ്രനും ലക്ഷ്മണനേഴു ശരങ്ങളാലൂക്കോട് തൽക്ഷണേ കേതു ഖണ്ഡിച്ചു വീഴ്ത്തിയിടിനാൻ 5 ശരമെയ്തു സുതനെയും കൊന്ന് ചഞ്ചലഹീനം മുറിച്ചിതു ചാപവും അശ്വങ്ങളെ ഗത കൊണ്ടു വിഭീഷണൻ തച്ചു കൊന്നാൻ. അതു നേരം ദശാനനൻ ഭൂതലേ ചാടി വീണാശു വേൽ കൊണ്ട് അതിക്രോധാൽ വിഭീഷണനെ പ്രയോഗിച്ചിതു ബാണങ്ങൾ 3 കൊണ്ടെയ്തു മുറിച്ചിതു വീണിതു 3 നുറുങ്ങി മഹാതലേ. അപ്പോൾ വിഭീഷണനെ കൊല്ലുമാറവൻ കൽപ്പിച്ചു മുന്നം മയൻ കൊടുത്തോരുവേൽ കൈക്കൊണ്ടു ചാട്ടുവാനോങ്ങിയ നേരത്ത് ലക്ഷ്മണൻ മുൽപ്പൊക്ക് ബാണങ്ങളെയ്തിതു നക്തഞ്ചരാധിപൻ തന്നുടലൊക്കവേ രക്തമണിഞ്ഞു മുറിഞ്ഞു വലഞ്ഞുടൻ നിൽക്കും ദശാനനൻ കോപിച്ചു ചൊല്ലിനാൻ ലക്ഷ്മണൻ തന്നോട് നന്നു നീ എത്രയും രക്ഷിച്ചവാർ വിഭീഷണനെ തഥാ രക്ഷിക്കിൽ നന്ന് നിന്നെ പുനരെന്നുടെ ശക്തി വരുന്നതു കണ്ടാലും ഇന്നൊരു ശക്തനാകിൽ ഭവാൻ ഖണ്ഡിക്കവേലിതും എന്നു പറഞ്ഞു വേഗേന ചാട്ടിയിടിനാൻ. ചെന്നു തറച്ചിതു മാറത്തു ശക്തിയും അസ്ത്രങ്ങൾ കൊണ്ട് തടുക്കരുതാഞ്ഞുടൻ വിത്രസ്തനായി തന്നെ വീണു കുമാരനും. വേൽ കൊണ്ടു ലക്ഷ്മണൻ വീണതു കണ്ടുള്ളിൽ മാൽ കൊണ്ടു രാമനും നിന്നു വിഷണ്ണനായി. ശക്തി പറിപ്പതിനാർക്കും കവികൾക്കും ശക്തി പോരാഞ്ഞു രഘുകുല നായകൻ തൃക്കൈകൾ കൊണ്ടു പിടിച്ചു പറിച്ചുടൻ ഉൾക്കോപമോട് മുറിച്ചെറിഞ്ഞിടിനാൻ. മിത്രതനയ സുഷേണ ജഗത് പ്രാണപുത്രാദികളോടരുൾ ചെയ്തിതാതരാൽ ലക്ഷ്മണൻ തന്നെ ചുറ്റുമിരുന്നിനി രക്ഷിച്ചുകൊൾവിൻ വിഷാദിക്കരുതേതും. ദുഃഖസമയമല്ലിപ്പോൾ ഉഴറ്റോട് രക്ഷോവരനെ വധിക്കുന്നതുണ്ടു ഞാൻ. കല്യാണമുൾക്കൊണ്ടു കണ്ടുകൊൾവിൻ നിങ്ങൾ എല്ലാവരും ഇന്ന് മത്കര കൗശലം. ശക്രാത്മജനെ വധിച്ചതും വേഗത്തിലർക്കാത്മജാതികളോടും ഒരുമിച്ചു വാരിധിയിൽ ചിറകെട്ടിക്കടന്നതും പോരിൽ നിശാചരന്മാരെ വധിച്ചതും രാവണ നിഗ്രഹ സാധ്യമായിട്ട് ഇവൻ കേവലമിപ്പോൾ അഭിമുഖനായിതു. രാവണനും ബദരാഘവനും കൂടി മേവുക ഭൂമിയിൽ
എന്നുള്ളതില്ലിനി രാത്രിഞ്ചരേന്ദ്രനെ കൊല്ലുവൻ നിർണയം. മാർത്താണ്ഡവംശത്തിലുള്ളവനാകിൽ ഞാൻ സപ്തദ്വീപങ്ങളും സപ്താംബുധികളും സപ്താചലങ്ങളും സൂര്യചന്ദ്രന്മാരും ആകാശഭൂമികൾ എന്നിവയുള്ള നാൾ പോകാതെ കീർത്തി വർദ്ധിക്കും പരിചു ഞാൻ. ആയോധനെ ദശകണ്ഠനെ കൊൽവനൊരായുധപാണി എന്നാകിൽ നിസ്സംശയം. ദേവാസുരോരഗചാരണ താപസമി ഏവരും കണ്ടറിയേണം മമ ബലം. യുദ്ധമരുൾ ചെയ്ത് നക്തഞ്ചരേന്ദ്രനോട് അസ്ത്രങ്ങളെയ്തു യുദ്ധം തുടങ്ങിയിടിനാൻ. തത്സമം ബാണ നിശാചരാധീശനും ഉത്സാഹമുൾക്കൊണ്ട് തൂകിത്തുടങ്ങിനാൻ. രാഘവരാവണന്മാർ തമ്മിലിങ്ങനെ മേഘങ്ങൾ മാരി ചൊരിയുന്നതുപോലെ ബാണഗണം പൊഴിച്ചിടുന്നതു നേരം ഞാണൊലി കൊണ്ടു മുഴങ്ങി ജഗത്രയം. സോദരൻ വീണുകിടക്കുന്നതോർത്തുള്ളിൽ ആദിമുഴുത്തു രഘുകുലനായകൻ താരേയതാതനോടേവമരുൾ ചെയ്തു. ധീരതയില്ല യുദ്ധത്തിനേതും മമ ഭൂതലേ വാഴ്കയിൽ നല്ലതെനിക്കിനി ഭ്രാതാവു തന്നോടു കൂടെ മരിപ്പതും വിൽപ്പിടിയും മുറുകുന്നതില്ലേതുമേ കെൽപ്പുമില്ലാതെ ചമഞ്ഞു നമുക്കിഹ നിൽപ്പാനുമേതു മരുത് മനസ്സിനും വിഭ്രമമേറി വരുന്നിതു മേൽക്കുമേൽ ദുഷ്ടനെ കൊൽവാനുപായവും കണ്ടീല നഷ്ടമായി വന്നിതു മാനവും മാനസേ. ഏവമരുൾ ചെയ്ത നേരം സുഷേണനും ദേവദേവൻ തന്നോടാശു ചൊല്ലിടിനാൻ. ദേഹത്തിനേതും നിറം പകർന്നീലൊരു മോഹമത്രേ കുമാരനെന്ന് നിർണയം. കുമാരൻ എന്നു നിർണയം. വക്ത്ര നേത്രങ്ങൾക്കുമേതും വികാരമില്ല അത്തൽ തീർന്നിപ്പോൾ ഉണരും അവരജൻ എന്നുണർത്തിച്ച അനിലാത്മജൻ തന്നോട് പിന്നെ നിരൂപിച്ചു ചൊന്നാൻ സുഷേണനും. മുന്നേ കണക്കെ വിശല്യകരണിയാകുന്ന മരുന്നിന്ന് കൊണ്ടുവന്നിടുക എന്നളവേ ഹനുമാനും വിരവോട് ചെന്നു മരുന്നതും കൊണ്ടുവന്നിടിനാൻ. നസ്യവും ചെയ്ത് സുഷേണൻ കുമാരനാലസ്യവും തീർന്ന് തെളിഞ്ഞു വിളങ്ങിനാൻ. പിന്നെയും ഔഷധശൈലം കപിവരൻ മുന്നമിരുന്ന വണ്ണം തന്നെയാക്കിനാൻ. മന്നവൻ തന്നെ വണങ്ങിനാൻ തമ്പിയും നന്നായി മുറുകെ പുണർന്നിതു രാമനും. നിന്നുടെ പാരവശ്യം കാൺക കാരണം എന്നുടെ ധൈര്യവും പോയിതു മാനസേ എന്നതു കേട്ടുര ചെയ്തു കുമാരനും. ഒന്നു തിരുമനസ്സിങ്കലുണ്ടാകണം സത്യം തപോധനന്മാരോടു ചെയ്തതും മിഥ്യയായി വന്നുകൂടാ എന്നു നിർണയം. ത്രൈലോക്യ കണ്ടകനാമിവനെ കൊന്ന് പാലിച്ചുകൊള്ളുക ജഗത്രയം വൈകാതെ. ലക്ഷ്മണൻ ചൊന്നതു കേട്ടു രഘുത്തമൻ രക്ഷോവരനോടെതിർത്താനതിദ്രുതം. തേരുമൊരുമിച്ചു വന്നു ദശാസ്യനും പോരിന് രാഘവനോടെതിർത്തിടിനാൻ. പാരിൽ നിന്നിക്ഷ്വാകു വംശതിലകനും തേരിൽ നിന്നാശരവംശതിലകനും പോരതിഘോരമായി ചെയ്തൊരു നേരത്ത് പാരമിളപ്പം രഘുത്തമനുണ്ടെന്ന നാരദനാദികൾ ചൊന്നതു കേൾക്കയാൽ പാരം വളർന്നൊരു സംഭ്രമത്തോടുടൻ ഇന്ദ്രനും മാതലിയോടു ചൊന്നാൻ. മമസ്യന്തനം കൊണ്ട കൊടുക്ക നീ വൈകാതെ ശ്രീരാഘവന് ഹിതം വരുമാറു നീ തേരും തെളിച്ചു കൊടുക്ക മടിയാതെ. മാതലി താനതു കേട്ടുടൻ തേരുമായി
ഭൂതലം തന്നിലിഴിഞ്ഞു ചൊല്ലിയിടിനാൻ. രാവണനോട് സമരത്തിനിന്നു ഞാൻ ദേവേന്ദ്ര ശാസനയാ വിടകൊണ്ടിതു തേരതിലാശു കരേറുക പോരിനായി മാരുത തുല്യവേഗേന നടത്തുവൻ എന്നതു കേട്ട് രഥത്തെയും വന്ദിച്ച് മന്നവൻ തേരിലാം മാറുകരേറിനാൻ. തന്നോടു തുല്യനായി രാഘവനെ കണ്ട് വിണ്ണിലാം മാറൊന്നു നോക്കി ദശാനനൻ. പേമഴ പോലെ ശരങ്ങൾ തൂകിയിടിനാൻ രാമനും ഗാന്ധർവമസ്ത്രമെയ്തിടിനാൻ. രാക്ഷസമസ്ത്രം പ്രയോഗിച്ചതു നേരം രാക്ഷസരാജനും രൂക്ഷമായി എത്രയും ക്രൂരനാഗങ്ങളാമസ്ത്രത്തെ മാറ്റുവാൻ ഗാരുഡമസ്ത്രമെയ്തു രഘുനാഥനും മാതലിമേലും ദശാനനൻ ബാണങ്ങളെയ്ത് കൊടിയും മുറിച്ചു കളഞ്ഞിതോ. വാജികൾക്കും ശരമേറ്റമേറ്റു പുനരാജിയും ഘോരമായി വന്നു. രഘുവരൻ കൈകാൽ തളർന്ന് തേർത്തട്ടിൽ നിൽക്കും വിധൗ കൈകസി നന്ദനനായ വിഭീഷണൻ ശോകാതിരേകം കലർന്നു നിന്നീടിനാൻ. ലോകരുമേറ്റം വിഷാദം കലർന്നിത് കാലപുരത്തിൻ അയപ്പേനിനിയെന്ന് ശൂലം പ്രയോഗിച്ചിദാസരാധീശനും അസ്ത്രങ്ങൾ കൊണ്ട് തടവ പൊറാഞ്ഞോർത്തുടൻ വൃത്രാരി തന്നുടെ തേരിലിരുന്നൊരു ശക്തിയെടുത്തയച്ചു രഘുനാഥനും. 10 നുറുങ്ങി വീണു തത്ര ശൂലവും നക്തഞ്ചരേന്ദ്രനുടെ തുരകങ്ങളെ ശസ്ത്രങ്ങൾ കൊണ്ടു മുറിച്ചിതു രാഘവൻ. സാരഥി തേരും തിരിച്ചടിച്ചാർത്തനായി പോരിലൊഴിച്ചു നിർത്തിയിടിനാൻ. അന്നേരം ആലസ്യമൊട്ട് അകന്നൊരു നേരം തത്ര പൗലസ്ത്യനും സൂതനോട് ചൊല്ലിയിടിനാൻ. എന്തിനായിക്കൊണ്ടു നീ പിന്തിരിഞ്ഞു ബലാൽ? അന്ധനായി ഞാൻ അത്ര ദുർബലനാകയോ? കൂടലരോടെതിർത്താൽ ഞാനൊരുത്തനോട് ഓടിയൊളിച്ചവാറെന്നു കണ്ടു ഭവാൻ. നീയല്ല സൂതനെനിക്കിനി രാമനു നീ അതിബാന്ധവനെന്നറിഞ്ഞേനഹം. യുദ്ധം നിശാചരാധീശൻ പറഞ്ഞതിനുത്തരം സാരഥി സത്വരം ചൊല്ലിനാൻ. രാമനെ സ്നേഹമുണ്ടായിട്ടുമല്ല, മത്സ്വാമിയെ ദ്വേഷമുണ്ടായിട്ടുമല്ലമേ. രാമനോടേറ്റു പൊരുതു നിൽക്കുന്നേരമാമയം പൂണ്ടു തളർന്നതു കണ്ടു ഞാൻ. സ്നേഹം ഭവാനെ കുറിച്ചേറ്റമാകയാൽ മോഹമകലുവോളം പോർക്കളം വിട്ടു ദൂരെ നിന്നാലസ്യമെല്ലാം കളഞ്ഞിനി പോരിനടുക്കേണമെന്നു കൽപ്പിച്ചത്രേ. സാരഥി താനറിയേണം മഹാരഥന്മാരുടെ സാധവും വാജികൾ സാധവും വൈരികൾക്കുള്ള ജയാജയകാലവും പോരിൽ നിമ്നോന്നത ദേശവിശേഷവും എല്ലാം അറിഞ്ഞ് രഥം നടത്തുന്നവനല്ലോ നിപുണനായുള്ള സൂതൻ പ്രഭോ എന്നതു കേട്ടു തെളിഞ്ഞത രാവണനൊന്നു പുണർന്നൊരു കൈവളയും കൊടുത്തിന്നിനി തേരടുത്താശു കൂട്ടിയിടുക പിന്നോക്കമില്ലിനിയൊന്നുകൊണ്ടും. എടോ ഇന്നോടു നാളെയോട് ഒന്നു തിരിഞ്ഞിടും മന്നവനോടുള്ള പോരെന്നറിയ നീ. സൂതനും തേരതിവേഗേന പൂട്ടിനാൻ. ക്രോധം മുഴുത്തങ്ങടുത്തിതു രാമനും. തങ്ങളിലേറ്റമണഞ്ഞു പൊരുന്നളവ് അങ്ങുമിങ്ങും നിറയുന്നു ശരങ്ങളാൽ. അഗസ്ത്യാഗമനവും അഗസ്ത്യസ്തുതിയും. ആദിത്യസ്തുതിയും.
അങ്ങനെയുള്ള പോർ കണ്ടു നിൽക്കുന്നേരം എങ്ങനെയെന്നറിഞ്ഞീലഗസ്ത്യൻ തഥാ രാഘവൻ തേരിലിറങ്ങി നിന്നിടിനാൻ ആകാശദേശാൽ പ്രഭാകര സന്നിഭൻ വന്ദിച്ചു നിന്നു രഘുകുലനാഥനാനന്ദമിയെന്ന് അരുൾ ചെയ്താൻ അഗസ്ത്യനും. അഭ്യുദയം നിനക്കാശു വരുത്തുവാൻ ഇപ്പോഴിവിടേക്കു വന്നിതു ഞാനെടോ. താപത്രയവും വിഷാദവും തീർന്നുപോം, ആപത്തു മറ്റുള്ളവയും അകന്നുപോം. ശത്രുനാശം വരും, രോഗവിനാശനം വർദ്ധിക്കുമായുസ്, സത്കീർത്തിവർദ്ധനം. നിത്യമാദിത്യ ഹൃദയമാം മന്ത്രമിത് ഉത്തമമെത്രയും ഭക്ത്യാ ജപിക്കടോ. നിത്യമാദിത്യ ഹൃദയമാം മന്ത്രമിത് ഉത്തമമെത്രയും ഭക്ത്യാ ജപിക്കടോ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.